ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് രണ്ട് കാര്യം പറയാനാണ് വന്നത്. ഒന്നൊരു സന്തോഷം, നമ്മളുടെ ചാനലിൽ 1K+ സബ്സ്ക്രൈബേഴ്സായി. രണ്ടാമത്തെ കാര്യം, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു എന്താ പറയുന്നത് ലൈവ് ഔട്ട്കം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ചാനൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആസ് ഐ സെഡ് ഞാൻ കുറേ നാളായിട്ട് കുറേ ആൾക്കാരുടെ അടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്കൊരു പ്ലാറ്റ്ഫോമിലൂടെ പറയണമെന്ന് തോന്നി. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു. അത് ആൾക്കാരിൽ എത്തുമെന്നോ ഒരുപാട് ആൾക്കാർ കേൾക്കുമോ എന്നോ ഒന്നും ഞാൻ അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അടുത്ത വീഡിയോയ്ക്കും അതേപോലെ. പിന്നെ നിങ്ങൾ എനിക്ക് തരുന്ന കമൻറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടും എവിടേക്കും എനിക്ക് ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് ഡേ കഴിഞ്ഞതിന് ശേഷം എനിക്കെന്തോ എൻ്റെ ഒരു നിയോഗം പോലെ എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ഞാനൊരു ലോയർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു, ഞാനൊരു ലോയറാണ്. അപ്പോൾ എൻ്റെ കരിയർ എപ്പോഴും എൻ്റെ പ്രൊഫഷനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടാണ്. അത് മാത്രമേ എനിക്കൊരു കരിയറായിട്ട് കാണാൻ ഞാൻ അത്ര ആഗ്രഹിച്ചിട്ട് ഞാൻ പഠിച്ചതാണ്. ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നത് അതേ ഫീൽഡിൽ തന്നെ, ഒരു ലീഗൽ സെക്ഷനിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ കരിയറിൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിലെത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ യൂട്യൂബ് ഞാൻ ഒരിക്കലും ഒരു കരിയറായിട്ടോ ഒരു വരുമാനമായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് എനിക്കൊരു ആൾക്കാരോട് സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഫസ്റ്റ് ഡേ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തു, ലൈക്ക് നിങ്ങൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, മാനിഫെസ്റ്റേഷൻ വഴി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഞാൻ ഈ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. നിങ്ങൾക്കൊരു പ്രൂഫ് തരണം എന്നെനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡേ മുതൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 3 ദിവസത്തിനുള്ളിൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസത്തിൻ്റെ തുടക്കം മുതലേ എനിക്ക് അറിയാമായിരുന്നു എനിക്കത് മാനിഫെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് തന്നെയാണ് ഈ 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. ഇപ്പോൾ നിങ്ങൾ പലരിലും നിങ്ങളുടെ ഒരുപാട് പേരുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ കണ്ടു. മിക്ക ആൾക്കാരും യൂട്യൂബ് ചാനലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കുറേ പേർക്ക് ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു സബ്സ്ക്രൈബർ കൂടുകയാണെങ്കിൽ നല്ലതായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് സമയമെടുക്കും. സാധാരണ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1K സബ്സ്ക്രൈബർ ആവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ടാസ്ക്കാണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച്. പക്ഷേ ഞാനും ഒരു വളരെ ബിഗിനറാണ്. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി സ്പെസിഫിക് സെറ്റപ്പൊക്കെ ചെയ്ത് ക്യാമറ അതൊന്നും ചെയ്ത് അങ്ങനെയൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്നൊരു എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ സ്പെയർ ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. പക്ഷേ അത് വളരെ ലിമിറ്റഡ് റിസോഴ്സസിൽ ഇരുന്നുകൊണ്ട് ഞാനൊരു വീഡിയോ എനിക്ക് തോന്നുന്നു 8-9 വീഡിയോസേ ഞാൻ 8 വീഡിയോസ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുള്ളിൽ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയത് എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് എനിക്കറിയാം. എൻ്റെ കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട് അതിൽ. നമ്മളുടെ അത്രയും ഹെക്ടിക് ജോബ് ഷെഡ്യൂളിനകത്ത് നിന്ന് ഞാൻ കുറച്ച് നല്ല സമയം മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഇതിനു വേണ്ടി ഞാൻ സമയം കണ്ടെത്തുന്നത്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുമുണ്ട് ഒബ്വിയസ്ലി. പക്ഷേ ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ എൻ്റെ എന്തോ ഭയങ്കര പ്രത്യേകത കൊണ്ടല്ല, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഞാൻ ആഗ്രഹിച്ച സമയത്തിനുള്ളിൽ എനിക്ക് നേടാൻ പറ്റി. ഇപ്പം നമ്മൾ വിചാരിക്കും 1 വർഷം 2 വർഷമൊക്കെ എടുത്താൽ, ഇല്ല, വിത്തിൻ ഡേയ്സ്, വിത്തിൻ അവേഴ്സിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം യൂട്യൂബിൽ ഓൾറെഡി തന്നെ ഉള്ള നിങ്ങൾക്കറിയാൻ പറ്റും, ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ എനിക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. എനിക്ക് നിങ്ങളെ ഇത് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഗോളൊന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ യൂട്യൂബിൽ എനിക്കൊരു കരിയർ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോഴും എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോം വിട്ടു. ബിക്കോസ് എനിക്ക് എൻ്റെ ലൈഫിൽ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വേറെ. ഞാൻ അതിൻ്റെ കൂടെ പോകും. പക്ഷേ എനിക്ക് ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച് വെച്ച ഞാൻ പറയണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് പറയണം. പ്ലസ് നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിനും നിങ്ങൾക്ക് ഉത്തരം തരണം. എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള എത്രത്തോളം അറിവുകൾ, എത്രത്തോളം കാര്യങ്ങളുണ്ടോ അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് പോകാനായിട്ട് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരാളാണ്.
കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ എൻ്റേതായ കുറേ ഡ്രീംസും ആസ്പിറേഷൻസും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ പുറകെ പോകും. ഇത് എൻ്റെ ഒരു എനിക്ക് സമൂഹത്തിനോട്, എനിക്ക് മറ്റുള്ള ആൾക്കാരോടുള്ള ഒരു കടമയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നൊരവസരമുള്ളപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റി നല്ലതാണെന്ന് അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഈ 1K സബ്സ്ക്രൈബർ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും മാനിഫെസ്റ്റ് ചെയ്തതും നിങ്ങൾക്കെനിക്ക് പ്രൂവ് ചെയ്ത് തരണം. അതായത് ഞാൻ ഈ പറയുന്നതൊന്നും കള്ളമല്ല, ഞാൻ ഈ പറയുന്നതൊന്നും ഇറ്റ് ഈസ് നോട്ട് സംതിങ് അൺറിയൽ, ഇതൊരിക്കലും നടക്കാത്ത കാര്യമോ അല്ലെങ്കിൽ വെറും ആൾക്കാരുടെ ഭാവനാ സൃഷ്ടിയോ ഒന്നുമല്ല. ഞാനൊരു സാധാരണക്കാരിയാണ്. ഞാൻ ഈ പറയുന്ന ഒരു ടെക് സാവിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിജിറ്റൽ മേഖലകളിൽ ഭയങ്കര അറിവുള്ള ആളോ അങ്ങനെയൊന്നുമല്ല. ഞാനൊരു നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരിയാണ്. ഞാൻ എൻ്റെ ഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എനിക്കറിഞ്ഞൂടാ യൂട്യൂബ് പറയുന്ന എല്ലാ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചൊക്കെയുള്ള അത്രയും ക്വാളിറ്റി വീഡിയോസ് ആണോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടോ എൻ്റെ സംസാരം, ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ ജെനുവിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു, ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നു. അത്ര മാത്രം. അത് എൻ്റെ ഒരു പ്രത്യേക കഴിവുകൊണ്ടായിരിക്കില്ല, ചിലപ്പം എൻ്റെ ജെനുവിനെസ് കൊണ്ടായിരിക്കാം, പ്ലസ് എൻ്റെ മാനിഫെസ്റ്റേഷനും കൊണ്ടായിരിക്കാം. അപ്പം ഞാൻ ഈ യൂട്യൂബിൽ 1K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് 3 ഡേയ്സിൽ 3 ദിവസത്തിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. അതിന് ഞാൻ എഴുതുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി സ്പെസിഫിക്കായിട്ട് ടൈം മാറ്റി വെച്ച് എഴുതുകയൊന്നും ചെയ്തില്ല. ഐ ജസ്റ്റ് ബിലീവ്ഡ് ഇറ്റ്. ഞാനത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കും. ഞാൻ അതിനെപ്പറ്റി അധികം ഒരുപാട് ബോദറായില്ല, വറീഡായില്ല. എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടെന്ന് ഓർത്ത് ഞാൻ ടെൻഷനായില്ല. വ്യൂസ് ഉണ്ടോ അങ്ങനെയൊന്നും ഞാൻ നോക്കിയില്ല. ഒബ്വിയസ്ലി ഞാൻ ബിസിയാണ് എൻ്റെ ലൈഫിൽ. പക്ഷേ ഇന്ന് രാവിലെ ഇത് 1K സബ്സ്ക്രൈബേഴ്സ് ആയ ടൈം മുതൽ, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എൻ്റെ ലൈഫിൽ മീൻസ് എൻ്റെ വർക്കിൽ ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. എൻ്റെ വർക്കാണ് എനിക്കെല്ലാം. ബിക്കോസ് എൻ്റെ വർക്കാണ് എനിക്ക് എൻ്റെ ലൈഫിലെല്ലാം തന്നത്, എനിക്ക് ജീവിതം തന്നത്, എനിക്കിപ്പോൾ അനുഭവിക്കുന്ന എല്ലാം തന്നത് എൻ്റെ ജോബാണ്. അതെനിക്ക് 100% ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ജോബിൽ ഒരു തരി പോലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങളടുത്ത് ഈ സന്തോഷം എനിക്ക് അറിയിക്കണം. എനിക്ക് നിങ്ങളടുത്ത് പറയണം, നോക്കൂ കൂട്ടുകാരെ, അല്ലെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഇറ്റ് ഈസ് പോസിബിൾ, നമ്മളത് സാധിച്ചു. നിങ്ങളുടെ മുന്നിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് എൻ്റെ ജേണി. വെറും 3 ഡേയ്സ്, വെറും 8 വീഡിയോസ്. അത് അത്രയ്ക്കും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് സംതിങ് ഔട്ട്സ്റ്റാൻഡിങ് ഓർ നമ്മൾ ഒരിക്കലും എന്താ പറയുക, അത്രയ്ക്കൊരു ഭയങ്കരമായി അത്രയും നല്ലതായിട്ട് എഡിറ്റ് ചെയ്യപ്പെട്ടതോ അത്രയും സൗണ്ട് ക്ലാരിറ്റി അല്ലെ വീഡിയോ ക്വാളിറ്റി അങ്ങനെയുള്ളത് ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ അത് നടന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് ഈസ് എ ഗ്രേറ്റ് തിങ്. അതും ഞാൻ വെറും 3 ദിവസം മുന്നേ ഞാൻ ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് വെറുതെ ഇരുന്നപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വെറുതെ സംസാരിച്ചാണ്. പക്ഷെ അത് ഇങ്ങനെ ആയത് മാനിഫെസ്റ്റേഷൻ്റെ പവർ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ മേ ബി എനിക്ക് നമ്മൾ ഈ ഒരു ദൈവം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ചിലപ്പം നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഗുണമായേക്കാം. അതുകൊണ്ട് ദൈവം നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിച്ചതുമാകാം, എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ആ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം വിത്തിൻ 3 ഡേയ്സ് നടന്നു. എനിക്കത് എത്രയും പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഇത് പറയണം എന്ന് ഞാനിങ്ങനെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എങ്ങനെയും ഒന്ന് ഇറങ്ങി വന്നിട്ട് വീഡിയോ ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയണം. അതായത് നിങ്ങൾ കണ്ടതാണ്. അതായത് ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടത് മുതൽ ഓരോ സബ്സ്ക്രൈബർ 1 മുതൽ ഈ 1000 ഇപ്പോൾ 1600 സംതിങ് സബ്സ്ക്രൈബേഴ്സായി വെറും 3 ദിവസം കൊണ്ട്. സാധാരണ രീതിയിൽ യൂട്യൂബിൽ എനിക്കറിയില്ല, പെട്ടെന്ന് ആവുന്നവരുണ്ടോ, പക്ഷേ അത് വളരെ റെയറാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ റീച്ച് ഉണ്ടാവും. ഞാൻ വിചാരിച്ചൊരു 3-4 ആൾക്കാർ കാണുമായിരിക്കും എന്നാണ് ഫസ്റ്റ് വീഡിയോ ഒന്ന് മനസ്സിലായത്. പിന്നീട് നിങ്ങൾ അതിനോട് കാണിച്ച റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം. ഇതാണ് ലൈവ് റിസൾട്ട്. ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു. മഹാത്മജി പറഞ്ഞ പോലെ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യണം. എൻ്റെ ലൈഫാണ് എൻ്റെ മെസ്സേജ് എന്ന് പറയില്ലേ, അതേപോലെ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഒബ്വിയസ്ലി നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളത് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക്
100% നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ കണ്ണിൽ കാണാൻ പറ്റും. നിങ്ങളുടെ മുന്നിലൂടെയാണ് ഇത് സംഭവിച്ചത്. നിങ്ങൾ ഓരോരുത്തരുമാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ. നിങ്ങൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ പോസിറ്റീവ് ഇത് എല്ലാം ഉണ്ട്. അപ്പം എന്താ പറയേണ്ടത്, അപ്പം ഭയങ്കര ഒരുപാട് താങ്ക്സിൻ്റെ മാത്രമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവണം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ഡെമോയാണ്, ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നാണ് നിങ്ങൾക്ക്. ഇത് വളരെ ഒരുപാട് ആൾക്കാർ അപ്രാപ്യമെന്ന് കരുതുന്ന ഒരു കാര്യം നമ്മൾക്ക് എത്ര ഈസി ആയിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റും അതേപോലെ മാനിഫെസ്റ്റേഷനും വഴി നമുക്ക് നടക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ കണ്ടതാണ്. ഇതിൽ ഒരു കള്ളത്തരോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഫാമിലിയിലുള്ളവരായിട്ടോ എൻ്റെ ഫ്രണ്ട്സുമായിട്ടോ ആരുമായിട്ടും ഞാൻ വാട്സപ്പിൽ പോലും ലിങ്ക് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ആർക്കും അറിഞ്ഞൂടാ ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നോ. ബിക്കോസ് ഒബിയസ്ലി എൻ്റെ ബന്ധുക്കൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചിലപ്പോൾ അത് കാണുമ്പോൾ അവർക്കത് മനസ്സിലായിരിക്കും, അവരെ പറ്റിയ. പിന്നെ അത് വെറുതെ അടുത്ത പ്രശ്നമാവും. ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അവരെ കുറ്റം പറയാം, പേരൊന്നും പറഞ്ഞില്ല, ബട്ട് സ്റ്റിൽ അവർക്കറിയും. എൻ്റെ പാരൻസിനാണെങ്കിലും ഫീൽ ചെയ്യും, അവരുടെ ബന്ധുക്കളെ പറ്റിയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പാരൻസിനോട് പോലും ഞാൻ ആരുടെ അടുത്തും ഞാൻ ഷെയർ ചെയ്തില്ല. എനിക്ക് എൻ്റെ പാരൻസിനെ അറിയിക്കുകയോ എൻ്റെ ബന്ധുക്കളെ അറിയിക്കാനോ അതിനൊന്നുമല്ല. അതൊന്നും അറിയാത്ത ചിലപ്പോൾ ഇത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു. ഇത് നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുകൂടാതെ ഇതിപ്പം എൻ്റെ എക്സ്പീരിയൻസ് അല്ലാണ്ട് വേറെ കുറേ എക്സ്പീരിയൻസസ് ഞാൻ കുറേ ബുക്സിൽ വായിച്ചതൊക്കെയുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരാം. ഓക്കെ, ഇനി അടുത്ത എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഞാൻ പല വീഡിയോസും ചെയ്തതിൽ എനിക്കപ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഞാൻ ചിലപ്പം ഒന്നും കൂടെ കേട്ട് നോക്കും, എല്ലാം ഓക്കെ അല്ലേ എന്ന്. എനിക്ക് ചിലപ്പോൾ സമയം കിട്ടാറില്ല. ഞാൻ ആ ഫ്ലോയിൽ അങ്ങനെ സംസാരിക്കുക ചെയ്യുക. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഞാനൊരു IAS ഓഫീസറാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഞാൻ IAS ഓഫീസറല്ല. അതെനിക്ക് പറയണമെന്ന് തോന്നി. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനൊരു സിവിൽ സർവീസ് ആസ്പിരൻ്റാണ്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം എങ്ങനെ നടക്കാതെ പോയത് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അത് ഈ ഒരു ഡ്രീമായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങൾ ഞാൻ ആഗ്രഹിച്ച് ഞാൻ നടക്കുമെന്ന് ആഗ്രഹിച്ച് ഉറപ്പിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷേ എനിക്കത് പ്രിലിംസും കഴിഞ്ഞ് മെയിൻസ് കിട്ടി. ഒരു തവണ എഴുതാൻ പറ്റും, ഒറ്റ തവണ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അന്ന് കോച്ചിങ്ങിന് പോയി, കാശൊക്കെ എങ്ങനെയുണ്ട്, കുറേ കഷ്ടപ്പെട്ടു. അപ്പം ഈ പറയുന്ന പഠിക്കുന്ന സമയത്തും 100% ഒന്നും നമുക്ക് എഫേർട്ട് ഇട്ടിട്ടൊന്നും പഠിക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും ആയിരുന്നില്ല. കാരണം വീട്ടിൽ നിന്ന് വിളിക്കും, കടക്കാരുടെ പ്രശ്നവും ഇതെല്ലാം നമ്മൾ തന്നെയല്ലേ ഈ സഫർ ചെയ്യണേ. അതിനിടയ്ക്ക് എൻ്റെ പാരൻസിന് 2 പേർക്കും സുഖമില്ലാതായി. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കണം. ബ്രദറിന് അതിനിടയ്ക്ക് അവനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നു. അപ്പോൾ എനിക്ക് പഠനത്തിൽ മാക്സിമം ഞാൻ നീതി കാണിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ മൈൻഡ് അത്രയ്ക്കും ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ, ബിക്കോസ് എനിക്ക് ഒറ്റ അറ്റംപ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ ഒറ്റ ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ലൈഫിൽ. ബിക്കോസ് അത് കഴിഞ്ഞ് എനിക്ക് കാരണം ജോബില്ലാതെ എനിക്ക് കുറേ നാൾ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അത് തന്നെ ഒരു 3 months ക്രാഷ് കോഴ്സിനെങ്ങാണ്ടാണ് ഞാൻ പോയത്. കാരണം അത്രയ്ക്കുള്ള പൈസ എനിക്കന്ന് ഇതിന് വേണ്ടി മാറ്റി വെക്കാനുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തിനുള്ളിൽ എനിക്കത് ക്ലിയർ ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്കത് ക്ലിയർ ചെയ്യാനുള്ള പ്രിലിംസ് ക്ലിയർ ചെയ്തു, പക്ഷേ മെയിൻസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അതവിടെ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഒരുപാട് ഞാൻ ലൈഫിൽ വിഷമിച്ചൊരു കാര്യമാണ്. ഒരുപാട് വർഷമായിട്ട് ഞാൻ മനസ്സിലിങ്ങനെ താലോലിച്ച് കൊണ്ടുവന്നത്, ഞാൻ ലൈഫിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഞാൻ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ഈ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയായിരുന്നു. ഒരു IAS ഓഫീസർ ആകാൻ വേണ്ടി ഞാൻ അതിനു വേണ്ടിയാണ് ജോലിക്ക് പോയത്. ആദ്യത്തെ ജോലിക്ക് പോയത്, അവിടെ നിന്ന് ബെറ്റർ ജോബ്, അതിനുശേഷം അവസാനം സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയിട്ട് എനിക്ക് ഈ ജോബ് കിട്ടണം എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ കോച്ചിങ്ങിന് പോയത്. പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ കിട്ടിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുറേ വിഷമിച്ച്. റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് അന്ന് എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോബ് വേണമായിരുന്നു. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക് ഞാൻ പറയാം, അന്ന് ആ ഒരു ജോബ് എനിക്ക് കിട്ടാതെ പോയതിൽ ഞാനിപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു ജോബ് പ്രൊഫൈലിനെക്കാട്ടിലും എത്രയോ നല്ലതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഫിനാൻഷ്യലിയാണ് കേട്ടോ എപ്പോഴും പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ആ സമയത്ത് പണമായിരുന്നു വേണ്ടിയിരുന്നത്, ജോബ് സെക്യൂരിറ്റി, അതേപോലെ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ തീർക്കുക, അതാണ് ഞാൻ നല്ലതെന്ന് ഉദ്ദേശിച്ചത്. ഒബ്വിയസ്ലി കളക്ടർ ആവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ബട്ട് എൻ്റെ ആ സാഹചര്യത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എനിക്ക് പിന്നീട് കിട്ടിയത്, ഇപ്പം ഞാനിരിക്കുന്ന പോസ്റ്റ്. ഒരു ഫസ്റ്റ് IAS ഓഫീസർ കിട്ടുന്നതിനെക്കാട്ടിലും എത്രയോ ഇരട്ടിയായിരുന്നു എൻ്റെ ഫസ്റ്റ് സാലറി എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ
ഞാൻ എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നി എനിക്ക് അന്നത് ആ എക്സാം കിട്ടാതിരുന്നത് നന്നായി, അന്നത് കിട്ടാതെ പോയത് നന്നായി. കാരണം ചിലപ്പോൾ ഞാനൊരു IAS ഓഫീസർ ആണെങ്കിൽ എനിക്കിപ്പോൾ ഉള്ള ഈ സാലറി കിട്ടില്ലായിരിക്കും, ഈ ഇത്രയും അലവൻസ് എനിക്ക് കിട്ടില്ല, ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു കാറോ വീടോ ഒന്നും എനിക്ക് വെക്കാൻ പറ്റില്ല. അതെല്ലാം എനിക്ക് ഈ ജോബ് കൊണ്ട് കിട്ടിയതാണ്. സോ നമ്മൾ ആഗ്രഹിക്കുന്ന, അത് നിങ്ങളെപ്പോഴും ഓർക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾക്ക് സ്യൂട്ടബിളായ കാര്യം യൂണിവേഴ്സ് കണ്ടുവച്ചിട്ടുണ്ടാവും. നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ ആൾക്കാരെ ഇഷ്ടപ്പെടുമ്പോൾ സ്നേഹിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയായിരിക്കും നമ്മൾ കണ്ട് ഇയാൾ മതി ഇയാൾ മതി ഇയാൾ മതി, പക്ഷേ യൂണിവേഴ്സ് അതിനെക്കാട്ടിലും നല്ലൊന്ന് നമുക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ജോബിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് കളക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് സിമിലർ സ്കെയിലിൽ അത്രയും തന്നെ ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. നല്ല സാലറി പാക്കേജ്, ഈവൻ അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് സാലറി പാക്കേജ്, അലവൻസസ്, എല്ലാ കാര്യങ്ങളും ഉള്ളൊരു പൊസിഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള നഷ്ടം, എനിക്കൊരു റിഗ്രറ്റ് തോന്നേണ്ട ഒരു കാര്യം പോലും ഇല്ല. അപ്പോൾ അന്ന് എനിക്കത് നഷ്ടപ്പെട്ടു പോയെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി അത് നല്ലതിനായിരുന്നു, അത് സംഭവിച്ചത് നല്ല. ബിക്കോസ് എന്നെ സംബന്ധിച്ച് മീ ആസ് എ പേഴ്സൺ, എനിക്ക് ആ സമയത്ത് ആഗ്രഹം, എനിക്ക് ആ സമയത്ത് ആവശ്യം ഈ ജോലിയായിരുന്നു. ഈ ജോലി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇപ്പോഴുള്ള സ്ഥിതിയിൽ എനിക്ക് എൻ്റെ കുടുംബത്തെ കൊണ്ടുവരാനും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റിയത്. ഇപ്പോഴുള്ള ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. ചിലപ്പോൾ ഒരു കളക്ടർ ആവുന്നെങ്കിൽ കുറേ കാലം പിടിക്കും നമ്മൾ ആ ഒരു, കാരണം ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും പവറുണ്ട്, ഒബ്വിയസ്ലി പവറുണ്ട്, റെസ്പെക്റ്റ്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ കുറേ കൂടെ അത്രയ്ക്കും ഇത്രയും ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ റോങ് ആയിട്ട് സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് അതോർത്ത് പേടിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. അതിനെക്കാട്ടിലും ബെറ്ററായൊരു കാര്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം കൈ കൊണ്ടുതരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ IAS ഓഫീസറാണെന്ന് ആരും വിചാരിക്കേണ്ട. അല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അങ്ങനെയല്ല, ഞാനൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്, ലീഗൽ സെക്ഷൻ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഇനി ഫ്യൂച്ചർ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് നിങ്ങളെ ഒരിക്കൽ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു സോ മച്ച്.